എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാം വണ്ണം എന്ത് ചെയ്തിട്ടും കുറയാത്ത? എക്സസൈസ് ചെയ്തും ഡയറ്റ് ചെയ്തും വർക്കൗട്ട് ചെയ്തും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പച്ചവെള്ളം കുടിച്ചാലും ഞാൻ വണ്ണം വെക്കും, വായു ശ്വസിച്ചാലും ഞാൻ വണ്ണം വെക്കും. അങ്ങനെയായിരിക്കും ചിലരുടെ അവസ്ഥ. അതെന്തുകൊണ്ട് അങ്ങനെ? മെറ്റബോളിസം ലോ ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും അവർ വണ്ണം കുറയാത്തത് അതുകൊണ്ടാണ്. എന്നാൽ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, എത്രത്തോളം ഫുഡ് കഴിച്ചാലും അവരുടെ ശരീരത്തിൽ അത് എഫക്റ്റ് ചെയ്യില്ല. കാരണം അവരുടെ മെറ്റബോളിസം ലെവല് ഹൈ ആയിരിക്കും. അപ്പം ഈ മെറ്റബോളിസം ലെവൽ എന്തുകൊണ്ടാണ് ലോ ആവണത്? നമ്മൾ ആദ്യം തന്നെ വെയിറ്റ് ലോസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമാണ് കാലറീസ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് മൂലവും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് മൂലവും മെറ്റബോളിസം ലോ ആവാറ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് നമ്മുടെ മെറ്റബോളിസം ലോ ആയി പോണത്. ഇതെങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം എന്നാണ് നമ്മളിന്ന് പറയാൻ പോണത്. ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും എന്തെല്ലാം ചെയ്ത് നമുക്ക് നമ്മുടെ തന്നെ ലൈഫ് സ്റ്റൈലിൽ മെറ്റബോളിസം കൂട്ടിക്കൊണ്ടുവരാം, അതാണ് നമ്മളിന്ന് പറയാൻ പോണ കാര്യങ്ങൾ. ഫുഡിൽ നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മൾ ഡെയിലി 8 to 10 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് പറയാം. അത് നിങ്ങൾ കൂടുതലായിട്ട് വിശർക്കുന്ന ആൾക്കാരാണ്, സ്വെറ്റ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലി അങ്ങനെയാണെങ്കിൽ, നിങ്ങളുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്, നിങ്ങൾ കൂടുതലായിട്ടും വിശർക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ എമൗണ്ട് ഓഫ് ഗ്ലാസ്, ഇപ്പോൾ 8 to 10 ഉള്ളത് 10 to 15 ഗ്ലാസ് വാട്ടർ അത്രത്തോളം കൂട്ടാം. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാം കൂടുതലായിട്ട് വിശർക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ നോക്കാം. ഇപ്പൊ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതിലൊക്കെ ഫാറ്റ് ബേണിംഗ് കോമ്പൗണ്ട്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡാണ്. അപ്പൊ അത് കഴിക്കാൻ നോക്കാം. പിന്നെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഫുഡുകൾ, അതായത് ഇപ്പോൾ യോഗട്ട്, ആപ്പിൾ സൈഡ് വിനീഗർ, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, ചീര, പാലക്ക്, പിന്നെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, ഓറഞ്ച്, നാരങ്ങ, ഇതൊക്കെ നിങ്ങളുടെ ഫുഡിൽ കൊണ്ടുവരുമ്പോൾ, ആ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ മെറ്റബോളിസം ലെവൽ നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്തെല്ലാം വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മെറ്റബോളിസം ലെവൽ കൂട്ടാൻ പറ്റും. സ്ട്രെങ്ത് ട്രെയിനിങ് ടൈപ്പ് ഓഫ് വർക്കൗട്ടാണ് മെറ്റബോളിസം കൂട്ടാൻ ഏറ്റവും നല്ലത്. നമ്മുടെ വീക്കിലി റൊട്ടീനായിട്ട് നമ്മുടെ വർക്കൗട്ടിൽ ചെയ്യാൻ നോക്കുക. ഈ ഹിറ്റ് വർക്കൗട്ടിൽ ഈ അരമണിക്കൂർ നേരത്തെ ഹിറ്റ് വർക്കൗട്ട്, അതായത് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് വർക്കൗട്ട്, അതിനെയാണ് ഹിറ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് പറഞ്ഞു മാത്രം. ഈ അരമണിക്കൂർ നേരം നമ്മൾ ഒരു റെസ്റ്റ് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ വർക്കൗട്ടാണ് ഹിറ്റ് വർക്കൗട്ട്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്നുണ്ടെങ്കിൽ, ഈ അരമണിക്കൂർ നമ്മൾ നേരം ചെയ്യണ ഫാറ്റ് ബേണിങ് 36 മണിക്കൂർ നേരം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബേൺ ആയി ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ അരമണിക്കൂർ നേരം മാത്രമാണ് എക്സസൈസ് ചെയ്യുന്നുള്ളെങ്കിൽ കൂടി അതിന്റെ എഫക്റ്റ് 36 മണിക്കൂർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും നേരം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബേൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഹിറ്റ് വർക്കൗട്ടാണ്. മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഹിറ്റ് വർക്കൗട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇരുന്നോടത്ത് തന്നെ നമ്മൾ ഒരുപാട് നേരം ഇരിക്കാണ്ടിരിക്കാം. ഇപ്പൊ നമുക്ക് ഫോണിൽ റിമൈൻഡേഴ്സ് ഒക്കെ വെക്കാം. ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് നേരം ഇരുന്ന് വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് റിമൈൻഡേഴ്സ് ഒക്കെ നമ്മുടെ ഫോണിൽ വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നിങ്ങൾ കൊണ്ടുവരാം. മെറ്റബോളിസം കൂടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, നമ്മുടെ എനർജി കൂടും, നമ്മുടെ ഹോർമോണൽ ബാലൻസ് കൂടും. അപ്പോൾ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമുക്ക് കൊണ്ടുവരാം, മാറ്റങ്ങളിലൂടെ പറ്റും. അപ്പോൾ നമ്മൾ വണ്ണം കുറയണില്ല എന്ന് വിചാരിച്ചിരിക്കണവർ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഈ മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവാൻ തുടങ്ങും ചെയ്യും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വണ്ണം കുറയാനും തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യുക. മെറ്റബോളിസം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയണില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ മെറ്റബോളിസം കൂട്ടാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വണ്ണം ലോ ആവാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം, ഉപകരിച്ചു എന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.